അതിഥി കരയുന്നത് കണ്ടതും നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു അരുണിന്. അവൻ അവളെ തലയിലായി തട്ടിക്കൊണ്ട് വിളിച്ചു, അച്ചു, അച്ചു, എഴുന്നേക്ക്. അവൻ്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രവൃത്തി കണ്ടതും അതിഥി എഴുന്നേറ്റ് നിന്നു. ശേഷം അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. എൻ്റെ അപ്പ ഇതൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും എൻ്റെ അപ്പ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന്. നീ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ഒരുക്കുക. അതും പറഞ്ഞ് അതിഥി ഫാം ഹൗസിന് വെളിയിൽ ഇറങ്ങാൻ നിന്നതും പെട്ടെന്ന് അവിടെ ഒരു കാർ വന്നു നിന്നു. അപ്പോഴാണ് അതിൽ നിന്നും ഡോർ തുറന്നിറങ്ങി വരുന്ന ഹർഷിനെയും ദേവിനെയും കാണുന്നത്. അതിഥി എങ്ങോട്ടേലും പോവാൻ നിൽക്കുകയാണോ? അതെ, ഞാൻ വീട്ടിലോട്ട് പോകാനായിട്ട്. ആണോ? എന്നാൽ ദേവ്, നീ അരുണിൻ്റെ കൂടെ നിൽക്ക്. ഞാൻ പോയി അതിഥിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. അതൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. തനിയെയോ? അത് ഈ നേരത്തോ? അത് വേണ്ട, എന്നെ തൻ്റെ സ്വന്തം ചേട്ടനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ചേട്ടൻ പറയുന്നത് അനിയത്തി കേൾക്ക്. വാ, ഞാൻ കൊണ്ടാക്കാം. അതും പറഞ്ഞ് അതിഥിക്ക് ഡോർ തുറന്നു കൊടുത്തു. അതിഥി അരുണിനെ ഒരു നോട്ടം കൊണ്ടുപോലും പരിഗണിക്കാതെ കാറിൽ കയറുന്നത് കണ്ടതും അരുണിന് എന്തെന്നറിയാത്ത വേദന അനുഭവപ്പെട്ടു. കാർ ഫാം ഹൗസിൽ നിന്ന് പതിയെ നീങ്ങി തുടങ്ങി. അതിഥി, അതിഥി. ആ, എന്താ ഹർഷേട്ടാ? അവൻ പറയുന്നത് നീ കാര്യമാക്കണ്ട. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ട്. അതിൻ്റെയാ ഈ കാണിക്കുന്നതൊക്കെ. നീ വിഷമിച്ച് നിൽക്കുന്നത് അവന് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്നോട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളുടെ വെഡ്ഡിങ് ഡേ അന്ന് അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ, ദേവ്, രോഹിത്, റിയ. എന്തേ? ഏയ്, ഒന്നുമില്ല. അതിഥി, ഇനി തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണോ? വേണ്ട, എന്നെ മുത്തശ്ശൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. പക്ഷേ അരുൺ ഇതറിയരുത്. ഞാനായിട്ട് അറിയിക്കില്ല. ഈ സമയം ഫാം ഹൗസിൽ ദേവ്, നിനക്കറിയോ, അവളെൻ്റെ ജീവനാ. അവൾ പോയി. എങ്ങോട്ട് പോയെന്ന് നീ പറയുന്നേ? അരുൺ കുറച്ച് മുന്നേ ഉണ്ടായ കാര്യങ്ങളെല്ലാം ദേവിനോട് പറഞ്ഞു. ശേഷം ദേവ്, അരുൺ, അവൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവൾക്ക് അത്രയും വിഷമം ഉണ്ടായിരിക്കും. പിന്നെ അവളുടെ അച്ഛനാണ് ഇത് ചെയ്തതെന്ന് നിന്നോടാരാ പറഞ്ഞത്? എനിക്ക് കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ. ജോർജ് അങ്കിളാണത് കൺഫേം ചെയ്തത്. അയാൾ പറഞ്ഞപ്പോഴേക്കും നീ വിശ്വസിച്ചു അല്ലേ? എടാ, അയാൾക്ക് നിന്നെ അയാളുടെ മോളെ കൊണ്ട് കെട്ടിക്കണമെന്ന ആഗ്രഹം. മാത്രമല്ല, റിയയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. എടാ, അവളെനിക്ക് നിങ്ങളെപ്പോലെ അല്ലടാ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതെ, നീ അവൾ അങ്ങനെയായിരിക്കാം കാണുന്നത്. പക്ഷേ അവൾ നിന്നെ അങ്ങനെയല്ല കാണുന്നത്. ദേവ്, എനിക്ക് അതിഥിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും കഴിയില്ലടാ. എനിക്കറിയാമോ, പക്ഷേ നിനക്കൊന്നുകൂടെ അന്വേഷിക്കാമായിരുന്നു. എനിക്ക് അവളില്ല പറ്റില്ലടാ ദേവ്. അപ്പോഴാണ് ദേവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അതിഥി വീട്ടിലാക്കിയെന്നും അരുണിനോട് അർജൻറ്റായി മുത്തച്ഛൻ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഹർഷിൻ്റെ കോളായിരുന്നത്. അതിഥി വീട്ടിലാക്കി തിരിച്ചു വരാൻ നിൽക്കുന്ന ഹർഷിനോട് മുത്തച്ഛൻ, എവിടെ നിൻ്റെ കൂട്ടുകാരൻ? മുത്തച്ഛ, അത് അരുൺ ഫാം ഹൗസിലുണ്ട്. ആ, അവനോട് ഇപ്പം തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. ഞാൻ പറഞ്ഞെന്ന് പറ. ശരി മുത്തച്ഛ, ഞാൻ പറഞ്ഞേക്കാം. ഹർഷ് പോയത് മുത്തച്ഛൻ. മോളെ, മോൾക്ക് ദേഷ്യമുണ്ടോ അവനോട്? ദേഷ്യമോ? എന്തിനു മുത്തച്ഛ? നീ എന്നോടൊന്ന് വിളിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി മോളെ. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡൻറ്റിന് ഉത്തരവാദി മോളുടെ അച്ഛനാണെന്ന് കരുതിയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ അപ്പയോ? മുത്തച്ഛ, മുത്തശ്ശൻ ഇത് വിശ്വസിക്കുന്നുണ്ടോ? മോളെ, അപ്പം മൂർത്തിയുടെയും വസുദേവിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ജോർജാണ് കാര്യങ്ങൾ പറഞ്ഞത്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? പക്ഷേ മോളെ അവന് ശരിക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് കല്യാണം കഴിക്കാൻ മുത്തച്ഛൻ കൂടെ നിന്നത്. മോളോടുള്ള അവൻ്റെ ഇഷ്ടം അത് ഞാൻ അവൻ്റെ കണ്ണിൽ കണ്ടതാണ്. അരുണിൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറ്റിയതാണ് മുത്തച്ഛ? അത് അരുൺ കുഞ്ഞായിരിക്കുമ്പോൾ അവനെ കൂട്ടാതെ വസുദേവും ഗായത്രിയും ഒരു ബിസിനസ് പാർട്ടിക്ക് പോയതാണ്. അത് ബിസിനസ്സിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീൽ. അത് അരുണിൻ്റെ അച്ഛനാണ് കിട്ടിയത്. പക്ഷേ അന്ന് തിരിച്ചു വരുന്ന വഴി അവരുടെ കാർ ആക്സിഡൻ്റായി. അതിനുശേഷം ആ ഡീൽ കിട്ടിയത് മോളുടെ അച്ഛനും. കേസ് അന്വേഷണമൊക്കെ ഉണ്ടായി. പക്ഷേ നോർമൽ ആക്സിഡൻ്റായിട്ട് കേസ് ഫയൽ ക്ലോസ് ചെയ്യുക ഉണ്ടായത്. പിന്നെ അരുൺ കുഞ്ഞായതുകൊണ്ട് മുത്തശ്ശ അതിൻ്റെ പുറകെ പോയില്ല. പിന്നെ സത്യാവസ്ഥ അറിയാതെ മോളുടെ അച്ഛനെ കുറ്റപ്പെടുത്താനും ഞാൻ നിന്നില്ല. പക്ഷേ അരുൺ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. കുഞ്ഞുനാളിലെ അവൻ്റെ വേദനയും ഒറ്റപ്പെടലുമാണ് അവനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അവനെ മാറ്റാൻ ഇനി മോളെക്കൊണ്ട് സാധിക്കൂ. എൻ്റെ മോന് മോളെ ഒരുപാട് ഇഷ്ടമാണ്. മോളുണ്ടാവില്ല അവൻ്റെ കൂടെ. ഈ മുത്തച്ഛന് വാക്കതാ. മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ മോൾ മാത്രമേ അവനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ അതിഥിയുടെ കൈകളിൽ മുറുകെ പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. മുത്തച്ഛ, ഞാനുണ്ടാവും അരുണിന്. ഇതെൻ്റെ വാക്കാ. പിന്നെ എൻ്റെ അപ്പ ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും.
മോളിൽ മുത്തശ്ശന് പൂർണ്ണ വിശ്വാസമുണ്ട്. മോളെ കൊണ്ട് സാധിക്കും. നേരെ ഒരുപാടായി തുടങ്ങി. മോള് പോയി കിടന്നു. അത് മുത്തശ്ശ, അരുൺ അവൻ വന്നോളും, മോള് ചെല്ല്. അയാളത് പറഞ്ഞതും അതിഥി റൂമിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞതും അരുൺ എത്തിയിരുന്നു. മുത്തശ്ശ, മുത്തശ്ശ, എന്താടാ? മുത്തശ്ശനെന്താ അർജൻറ്റായി വരണമെന്ന് പറഞ്ഞത്? നീ എവിടെയായിരുന്നു ഇതുവരെ? എന്താ നിൻ്റെ ഒരു കോലം? പോയി ഫ്രഷ് ആവാദ്യം, എന്നിട്ട് നമുക്ക് നാളെ സംസാരിക്കാം. അയാളത് പറഞ്ഞതും അരുൺ വാടിയ മുഖവുമായി മുകളിൽ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. റൂമിലെത്തിയതും ഫ്രഷ് ആവുമെന്ന് കരുതി ഡ്രസ്സിംഗ് റൂമിൽ കയറിയ അരുൺ കാണുന്നത് കുളി കഴിഞ്ഞ് ടവലും ചുറ്റി നിൽക്കുന്ന അതിഥിയെയാണ്. അത് കണ്ടതും വാടിയ അവൻ്റെ കണ്ണുകൾക്ക് തിളക്കം വന്നു. അവനെ കണ്ടതും അതിഥി വെപ്രാളപ്പെട്ടുകൊണ്ട് ടവലിൽ ഒന്നുകൂടെ പിടിമുറുക്കി. അരുൺ, പുറത്തു പോ, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അവളത് പറഞ്ഞതും അരുൺ വേഗം തന്നെ ഡ്രസ്സിംഗ് റൂമിന് പുറത്തിറങ്ങിയിരുന്നു. അവൻ പുറത്തു പോയതും അതിഥി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങി ബെഡിലൊരോരം ചേർന്ന് കിടന്നു. ഒരു നോട്ടം കൊണ്ട് പോലും അവനെ അവൾ പരിഗണിക്കാത്തത് അവനിൽ ചേർന്ന് ഉണർത്തി. അരുൺ ഫ്രഷായി വന്നതിന് ശേഷം അവനും ബെഡിൽ വന്ന് കിടന്നു. അവൻ അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. എന്നിട്ട് അവളുടെ കാതോരം മന്ത്രിച്ചു. അച്ചു, ഐ എം സോറി. എന്നോട് ക്ഷമിച്ചൂടെ നിനക്ക്? അതും പറഞ്ഞ് അവൻ അവളെ തിരിച്ചു കിടത്തിയത്. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുകയായിരുന്നു. അച്ചു, എന്തിനാ ഇനിയും കരയണേ? നിൻ്റെ കണ്ണീർ എനിക്ക് താങ്ങാനാവില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ അതരങ്ങളാൽ അവൻ അവളുടെ കണ്ണീർ ഒപ്പിയെടുത്തു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും, അരുൺ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? വെറുപ്പാണോ ശരിക്കും? എൻ്റെ ജീവനാണ് നീ എനിക്ക്. എൻ്റെ ജീവൻ എനിക്കിഷ്ടമല്ലാതിരിക്കൂ?